മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒന്നും വിമർശനത്തിന് അതീതരല്ല എന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. ആർക്കും തെറ്റുകൾ ചൂണ്ടിക്കാട്ടാം, കഴമ്പുണ്ടെങ്കിൽ തിരുത്താൻ മടിയില്ല. നിക്ഷിപ്ത താല്പര്യത്തോടെ സർക്കാരിനെ കളങ്കപ്പെടുത്താൻ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചാൽ അർഹിക്കുന്ന അവജ്ഞയോടെ അതിനെ തള്ളിക്കളയും. സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ 100ാം ദിനത്തിൽ ദിനപത്രങ്ങളിൽ എഴുതിയ ലേഖനങ്ങളിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അനുരു അശോകൻ വിവരങ്ങളുമായിട്ടുണ്ട്. അനുരു, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ വി.ഡി. സതീശൻ സർക്കാർ ഇന്ന് 100 ദിവസം ആഘോഷിക്കുന്ന സമയമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നേട്ടം ആയി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അതിനൊപ്പം തന്നെ നിലപാട് മാറ്റം അടക്കം അല്ലെങ്കിൽ സർക്കാർ യു-ടേൺ അടിക്കുന്നു എന്ന തരത്തിലൊക്കെ വാർത്തകളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പം അതിനെ ഒരിക്കല് വി.ഡി. സതീശൻ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി, ഞങ്ങൾ തെറ്റ് തിരുത്താൻ തയ്യാറായിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ്, ഞങ്ങൾ തിരുത്തുന്നതിനെ നിങ്ങൾ മാധ്യമങ്ങൾ ഇട്ട പേരാണ് യു-ടേൺ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വിമർശന തരത്തിൽ അല്ലെങ്കിൽ വിമർശന സ്വരത്തിൽ തന്നെ അതിനോട് ആ യു-ടേൺ അടി എന്നൊരു പ്രയോഗത്തിന് അദ്ദേഹം പറയുകയും ഒക്കെ ചെയ്തതാണ്. ഇന്നിപ്പം 100ാം ദിനത്തിൽ പത്രങ്ങളിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ എഴുതിയ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പോലും ഈ വിഷയത്തെ അദ്ദേഹം കുറച്ചധികം പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ആരും വിമർശന വിധേയരല്ല, തെറ്റ് വന്നാൽ ഈ സർക്കാർ അത് തിരുത്തും, മുന്നോട്ട് പോകുമെന്നല്ലേ. തീർച്ചയായിട്ടും സേതു, അങ്ങനെ തന്നെയാണ്. കാരണം UDF പ്രതീക്ഷിച്ചതിനേക്കാളും വലിയൊരു വിജയമാണ് കേരള ജനത അവർക്ക് സമ്മാനിച്ചത്. 102 സീറ്റുകളോടുകൂടി കഴിഞ്ഞ മെയ് 4-ന് അവർ അധികാരത്തിൽ വരുന്നു. മെയ് 14-ന് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നു. മെയ് 18-ന് സത്യപ്രതിജ്ഞ ഉണ്ടാകുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള സർക്കാരിൻ്റെ വികസനപരമായ നേട്ടങ്ങളുണ്ട്. പലപ്പോഴും വിമർശനങ്ങൾക്ക് വിധേയമാകുന്ന ചില നടപടികളുണ്ട്. പക്ഷേ അക്കാര്യങ്ങളിലൊക്കെ തന്നെ തെറ്റുകൾ സമ്മതിച്ചും അതുപോലെ തന്നെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുമാണ് ഇന്ന് അദ്ദേഹം ദിനപത്രങ്ങളിൽ, പ്രധാനമായും വീക്ഷണം, മാധ്യമം, സുപ്രഭാതം പോലുള്ള പത്രങ്ങളിലടക്കം ആ ലേഖനം വന്നിട്ടുണ്ട്. അതിലാണ് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും. എന്നാൽ വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അതീതരല്ല, വിമർശനങ്ങളെ അതേപോലെ സ്വീകരിക്കുന്നു. അതേസമയം തങ്ങളെ അടക്കം ഒരു ലക്ഷ്യത്തോടു കൂടി ആക്രമിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് നിന്നുകൊടുക്കുന്ന ഒരു കാരണവശാലും നിന്നുകൊടുക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ഒരു വിഭാഗം മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി ഒരു സംഘം പ്രവർത്തിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അതിന് പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് സർക്കാരിനെതിരായ വാർത്തകൾ മെറ്റയുടെ സഹായത്തോടുകൂടി നീക്കം ചെയ്തു എന്നുള്ളതാണ്. അതിൽ മെറ്റയോട് സർക്കാർ ശുപാർശ ചെയ്തു എന്നുള്ള തരത്തിലേക്ക് വാർത്തകൾ മാറിയിരുന്നു. എന്നാൽ മെറ്റയുടെ ഔദ്യോഗിക വിശദീകരണം വന്നതോടുകൂടി ഈ വിഷയത്തിൽ ഈ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചവർക്ക് ഇനി എന്ത് പറയാനുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. കൂടാതെ സമരം ചെയ്യുന്നവരാരും സർക്കാരിൻ്റെ ശത്രുക്കളല്ല, അവരെയൊക്കെ കേൾക്കാൻ സർക്കാർ തയ്യാറാണ്. ഒരു സമ്മർദ്ദ ശക്തിക്ക് മുന്നിലും സർക്കാർ കീഴടങ്ങില്ല. അതുപോലെ തന്നെ ജനങ്ങളാണ് സർക്കാരിൻ്റെ ശക്തി എന്നുള്ള ഭാഗങ്ങളടക്കം ഈ ലേഖനത്തിൽ വിശദീകരിച്ച് പോകുന്നുണ്ട്. അതേസമയം തന്നെ തങ്ങളുടേതായ പദ്ധതികൾ, ഇപ്പോൾ നമുക്കറിയാം പ്രിയദർശിനി പദ്ധതികളടക്കം, ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയില്ലാതെ നൽകിയതടക്കമുള്ള വിഷയങ്ങൾ, മിഷൻ സമുദ്ര അടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ വികസന നേട്ടങ്ങളായി ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓണക്കാലത്ത് പൊതുവിപണിയിലുണ്ടാകുന്ന വിലക്കയറ്റം ജനങ്ങൾക്ക് വലിയ ദ്രോഹമാകാതിരിക്കാൻ സപ്ലൈകോ വഴി നടത്തിയ ഇടപെടലുകൾ എണ്ണി പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി എത്രത്തോളം വിമർശനങ്ങളെ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഈ പറയുന്ന വിമർശനങ്ങളെയൊക്കെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ അതിനോട് ഒരു നയപരമായ സമീപനമാണ് എന്ന് പറയുമ്പോഴും തിരുത്തപ്പെടേണ്ട പല കാര്യങ്ങളും ഇനിയും ഉണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും PM-ശ്രീ വിഷയത്തിൽ ഈ 100 ദിവസമായിട്ടും എന്താണ് സർക്കാർ നിലപാട് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. ഇത് ഈ ലേഖനത്തിലും വ്യക്തമാക്കാതെ മുഖ്യമന്ത്രി പോയിട്ടുണ്ട്. മറ്റൊന്ന്, പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വളരെയേറെ വാദിച്ച ഒരാളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. പക്ഷേ ഇപ്പോഴും UDF സർക്കാർ അധികാരത്തിലേറിയിട്ടും ഇപ്പോഴും സെക്രട്ടേറിയറ്റിനുള്ളിൽ പോലും മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും മുഖ്യമന്ത്രി ഈ കാര്യത്തിലൊക്കെ വിമർശനങ്ങളെ നല്ല മനസ്സോടുകൂടി സ്വീകരിക്കുന്നു. തിരുത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. സേതു.